നീണ്ട ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചയ്ക്കൊടുവിൽ ആരുടെ പേരാവും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം. നോക്കാം, മൂന്നിൽ ആരാകും മുഖ്യൻ? നീണ്ട 10 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകും. UDF കക്ഷി നേതാക്കൾ പിന്തുണ നൽകുന്ന പാർട്ടി നേതാക്കളുടെ കത്തുമായി ഗവർണറെ കാണും. ഇന്ന് ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, എന്തായാലും വലിയ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇന്നത്തോടെ ഒരു അവസാനം ഉണ്ടാകുകയാണ്. ഇന്ന് തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ഉച്ചയോടെ തന്നെ പ്രഖ്യാപിക്കുമോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇന്നത്തേക്ക് 11ാം ദിനമാണ്. ഈ ദിവസമെങ്കിലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാക്കുമെന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഡൽഹിയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേരാൻ തിരുവനന്തപുരത്ത് എത്താൻ നിയുക്ത MLA-മാർക്ക്, കോൺഗ്രസിനെ നിയുക്ത MLA-മാർക്ക് നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് 1 മണിയോടെ നിയമസഭാ കക്ഷിയോഗം ചേരുക. അതിന് മുന്നോടിയായി, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഈ അന്തിമ പേര് ആരായിരിക്കും കോൺഗ്രസിലെ മുഖ്യമന്ത്രി എന്ന പേര് പ്രഖ്യാപിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒരു തർക്കത്തിലേക്ക് കടക്കുക, ആ സാഹചര്യം ഇല്ലാതാക്കാനാണ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് തൊട്ടു മുൻപ് ഈ പേര്, അന്തിമ പേര് പ്രഖ്യാപിക്കുക എന്നതാണ് AICC നൽകുന്ന ഒരു തീരുമാനം. എന്തായാലും ഹൈക്കമാൻഡിന്റെ പട്ടികയിൽ കഴിഞ്ഞ ദിവസം നേർന്ന മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തിയ ചർച്ചയിൽ ഒരു അന്തിമ പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വന്നാൽ ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഇന്ന് ഉച്ചയോടെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഈ പേര് പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ ആ പേര് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി തേടുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ആരെല്ലാം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നതിലേക്കൊരു വ്യക്തത ഇനിയും വരാനുണ്ട്. അതിൽ തന്നെ ഇന്ന് അനുമതി നൽകുകയാണെങ്കിൽ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ തെളിയുന്നത്. എല്ലാ MLA-മാരുടെയും രാവിലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ AICC നിരീക്ഷകരായിട്ടുള്ള മുഗൾ വാസ്നിക്, അജയ് മക്കൻ, കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരും ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അതിലായിരിക്കും ഈ അന്തിമ പേര് പ്രഖ്യാപിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ തീരുമാനം മുദ്രവെച്ച കവറിൽ അത് കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് കൈമാറാനാണ് ഒരു സാധ്യത കാണുന്നത്. ഇതുവരെ ഈ അന്തിമ പേര് ഒരു രഹസ്യ സ്വഭാവമായി സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടഞ്ഞു നിൽക്കുന്ന MLA, അല്ലെങ്കിൽ 3 പേർക്കും അനുകൂലമായ പേര് നിർദ്ദേശിച്ച MLA-മാരെ സമന്വയത്തിൽ എത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാലും കഴിഞ്ഞ ദിവസമായിരുന്നു AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയറാം രമേശ് ആയിരുന്നു ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇന്ന് തന്നെ അന്തിമ പേര് പ്രഖ്യാപിക്കുകയും നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവിനെ ഇന്ന് തെരഞ്ഞെടുക്കുകയും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി തേടുമെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു ജയറാം രമേശ് അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ നിയുക്ത MLA-മാരെ ഇപ്പോൾ തിരുവനന്തപുരത്തെ KPCCയുടെ ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും അതിലായിരിക്കും ഒരു അന്തിമ പേരിലേക്ക് എത്തുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് തൊട്ട് മുൻപായിരിക്കും ഈ പേര് പ്രഖ്യാപിക്കുക എന്നതാണ്
ഈ നിമിഷം വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 നേതാക്കളെയും ഉൾക്കൊണ്ട് ഒരു ഫോർമുലയാകും ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ 2.5 വർഷത്തോളം വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഭരിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുക തുടങ്ങിയ ഫോർമുലയിലേക്ക് കർണാടക പിന്തുടർന്ന അല്ലെങ്കിൽ കർണാടകയിൽ വാഗ്ദാനം നൽകിയ അതേ ഫോർമുലയിലേക്ക് കേരളം കടക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഇപ്പോൾ കാണുന്നു. ഈ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ അത് 11 ദിവസമാണ് നീണ്ടത്. അത് തന്നെയാണ് ഈ മുഖ്യമന്ത്രി ആരുന്നതിൽ ഒരു നീണ്ട കാലതാമസം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തത്. ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികൾക്ക് അത് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ലീഗ് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടായത്. ഈ ഉജ്ജ്വല വിജയത്തിന് ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച അതൊരു പാരയാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിൻ്റെ തിളക്കം അത് കെടുത്തുന്നു എന്ന് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ, RSP അടക്കമുള്ള ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്താണ് ജനവികാരവും അല്ലെങ്കിൽ MLA-മാരുടെ അഭിപ്രായവും മുതിർന്ന നേതാക്കളായിട്ടുള്ള AK ആന്റണി, VM സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആ അന്തിമ പേര് ഒരു രഹസ്യ സ്വഭാവമായി വെക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് തൊട്ട് മുൻപ് ഈ അന്തിമ പേര് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. എന്തായാലും 3 ക്യാമ്പുകളും, KC വേണുഗോപാൽ ക്യാമ്പായാലും വി ഡി സതീശൻ ക്യാമ്പായാലും രമേശ് ചെന്നിത്തല ക്യാമ്പായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടമാക്കുന്നുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് പ്രധാനമായും കേരളത്തിനെ ചുമതലയുള്ള KC വേണുഗോപാലിന് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ 43 MLA-മാരിലധികം പേരുടെ പിന്തുണയും മുതിർന്ന നേതാക്കൾ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. അതേസമയം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജനവികാരം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ആറുന്നതിൽ വി ഡി സതീശന് അനുകൂലമായ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് വി ഡി സതീശന്റെ പക്ഷം അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ രാഷ്ട്രീയ പാരമ്പര്യവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ 3-ൽ നറുക്ക് വീഴാനുള്ള ഒരു സാധ്യതയാണ് രമേശ് ചെന്നിത്തല പക്ഷം കാണുന്നത്. എന്തായാലും ഇന്ന് 1 മണിയോടെയായിരിക്കും നിയമസഭാ കക്ഷി യോഗം ചേരുക. അതിന് മുന്നോടിയായി പേര് പ്രഖ്യാപിക്കുകയും അന്തിമ പേരിലേക്ക് എത്തുകയും തുടർന്ന് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി തേടാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. എന്നാലും അതിനായി കാത്തിരിക്കുകയാണ്. 3-ൽ ആരായിരിക്കും കേരളത്തിന് മുഖ്യമന്ത്രി ആവുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഒരു ഫോർമുല സമവാക്യം അത് ഹൈക്കമാൻഡ് തീരുമാനം അത്തരത്തിൽ ഉണ്ടാകുമെന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. അരുണിമ, ശരി, എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നത്. എന്തായാലും നീണ്ട ചർച്ചകൾക്കൊക്കെ ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും UDF കക്ഷി നേതാക്കളൊക്കെ പിന്തുണ നൽകുന്ന പാർട്ടി നേതാക്കളുടെ കത്തുമായി ഗവർണറെയൊക്കെ കാണാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കേരളം ഒട്ടാകെ കാത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.